നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തെറ്റുതിരുത്തൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി. പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 3 ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പദ്ധതികളുടെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തും. ചെലവ് ചുരുക്കൽ നടപടികളും പ്രഖ്യാപനത്തിൽ. PSC കോഴ വിവാദത്തിൽ CPIM സംസ്ഥാന സമിതിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. പേര് വയ്ക്കാതെ ഒരു വെള്ള പേപ്പറിൽ പരാതി തന്നാലും അന്വേഷിക്കും. SNDP യോഗത്തിനെതിരെ വിമർശനം. ഹിന്ദു വർഗീയതയിലേക്ക് SNDP കൊഴിഞ്ഞു പോകുന്നു. പാർട്ടിയിൽ സന്ദർഭമനുസരിച്ച് ശുദ്ധികലശം നടത്തണമെന്നും MV ഗോവിന്ദൻ. PSC നിയമനക്കോഴയിൽ എന്തുകൊണ്ട് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ലെന്ന് K. സുരേന്ദ്രൻ. അന്വേഷണം നടന്നാൽ അത് മുഖ്യമന്ത്രിയിലേക്കെത്തും. ഓരോ പരീക്ഷയിലും നിശ്ചിത ശതമാനം ആളുകളെ പണം വാങ്ങി തിരികെ കയറ്റുന്നു. ഇതിനു മുൻപുള്ള PSC അംഗങ്ങളുടെ നിയമനവും പരിശോധിക്കണമെന്നും K. സുരേന്ദ്രൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ നിയമസഭയിൽ. ലാഘവത്തോടെയാണ് സർക്കാർ വിഷയത്തെ കാണുന്നതെന്ന് KK രമ. ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന സർക്കാർ വേട്ടക്കാർക്കൊപ്പം കിതയ്ക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വിമർശനം. സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂവെന്ന് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജ്. അരൂരിൽ റോഡിൽ മർദ്ദനത്തിനിരയായ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടും പോലീസ് അന്വേഷണം നടത്തിയില്ലെന്ന് VD സതീശൻ. 19 വയസ്സുകാരി പരാതി നൽകിയിട്ടും അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം. 48 മണിക്കൂർ ഒരു നടപടിയും ഉണ്ടായില്ല. പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലെന്നും അത് CPM പ്രവർത്തകനാണെന്നും പ്രതിപക്ഷ നേതാവ്. സ്വവർഗ വിവാഹ വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജി പിന്മാറിയത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഹർജികളിൽ തുറന്ന കോടതികളിൽ വാദം കേൾക്കാൻ കോടതി നേരത്തെയും വിസമ്മതിച്ചിരുന്നു. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് പൊതുനിയമപ്രകാരം മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശം നേടാമെന്ന് സുപ്രീം കോടതി. മതേതര നിയമത്തിന് മുകളിൽ മറ്റ് നിയമങ്ങൾ നിലനിൽക്കില്ലെന്നും സുപ്രീം കോടതി. ഉത്തരവ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ച് കൊടിക്കുന്നിൽ സുരേഷ്. തന്നെ പരിഗണിച്ചാൽ സന്തോഷം. എല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയെന്നും കൊടിക്കുന്നിൽ. ആലുവ എടയപ്പുറത്ത് 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ പെൺകുട്ടി. ക്രിസ്റ്റൽ രാജിനെ തിരിച്ചറിഞ്ഞത് പോക്സോ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ. കുട്ടിയുടെ ക്രോസ് എക്സാമിനേഷനും പൂർത്തിയായി. CBIയെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ബംഗാൾ സർക്കാരിന്റെ ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീം കോടതി. ഹർജി തള്ളണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം തള്ളി കോടതി. പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കിയ സംഭവത്തിൽ ഹൈക്കോടതി നിയോഗിച്ച 3 അംഗ കമ്മിറ്റി പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ മേൽ തട്ടിലുള്ള കമ്പനികളിൽ പരിശോധന നടത്തി. പരിശോധന മാലിന്യം ഓട വഴി പെരിയാറിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന EDയുടെ ഹർജി ജൂലൈ 15-ന് പരിഗണിക്കും. നടപടി EDയുടെ അഭ്യർത്ഥന മാനിച്ച്. കെജ്രിവാൾ നൽകിയ മറുപടിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സാവകാശം വേണമെന്ന് ED. കോഴിക്കോട് മടപ്പള്ളിയിൽ സീബ്ര ലൈൻ മുറിച്ചു കടക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ ബസ്സിടിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തത് കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഹുറൈസ് ഖിലാബിനെ. ലൈസൻസ് റദ്ദു ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകി പോലീസ്.
തൊടുപുഴ നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. കൈക്കൂലി കേസിൽ പ്രതിയായ നഗരസഭാ ചെയർമാനെ പുറത്താക്കണമെന്ന് ആവശ്യം. UDF കൗൺസിലർമാർ മുദ്രാവാക്യം മുഴക്കുന്നു. മുതലപ്പൊഴിയിൽ വീണ്ടും അപകടം. ശക്തമായ തിരയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേരെയും രക്ഷപ്പെടുത്തി. മലയാറ്റൂർ ഇല്ലിത്തോട്ടിലെ ആനശല്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. സബ് കളക്ടർ സ്ഥലത്തെത്തി. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന സബ് കളക്ടറുടെ ഉറപ്പ്. കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷിച്ച് അമ്മയാന. കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന വലിച്ചു കയറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓസ്ട്രിയയിലെ ഇന്ത്യൻ സമൂഹത്തെ മോദി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് 40 വർഷത്തിന് ശേഷം. EK നായനാർ സർക്കാരാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിക്കായി കമ്മിറ്റിയെ നിയോഗിച്ചതെന്ന് VN വാസവൻ. ഉമ്മൻചാണ്ടി സർക്കാർ എന്ന വാദം തെറ്റ്. AK ആന്റണി സർക്കാർ ടെൻഡർ കൊടുത്തില്ലെന്നും VS അച്യുതാനന്ദൻ സർക്കാരാണ് അതിന് മുൻകൈയെടുത്തതെന്നും മന്ത്രി. എറണാകുളം കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. അപകടം സ്കൂളിലേക്ക് കുട്ടികളെ എടുക്കാൻ പോകുന്നതിനിടെ വാഹനം മുഴുവനായി കത്തിനശിച്ചു. കത്തിയ വണ്ടിയിൽ ആദ്യം ഒഴിച്ചത് കുടിവെള്ള ടാങ്കിലെ വെള്ളം. വിഴിഞ്ഞം ട്രയൽ റൺ ഉദ്ഘാടനത്തിന് ഇനി 2 ദിവസം മാത്രം. കപ്പൽ ഇന്ന് രാത്രിയോടെ നങ്കൂരമിടും. നാളെ രാവിലെ ബർത്തിങ്. 2000 കണ്ടെയ്നറുകളുമായി എത്തുന്നത് ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ. ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചെന്ന് കാണിച്ച് നാളെ കരിദിനം പ്രഖ്യാപിച്ച് ജമാഅത്ത് കമ്മിറ്റി. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. കാട്ടിച്ചിറ സ്വദേശികളായ ഷഫീഖ്, നിഷാദ്, ജുനൈസ് എന്നിവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ്. ആഗ്ര ലക്നൌ എക്സ്പ്രസ് ഹൈവേയിൽ സ്ലീപ്പർ ബസ് കണ്ടെയ്നറിൽ ഇടിച്ച് അപകടം. 3 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 18 പേർ മരിച്ചു. 19 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ ബസ്. വിവിധ സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ബീഹാർ, പശ്ചിമബംഗാൾ, തമിഴ്നാട് ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിൽ. വോട്ടെടുപ്പിനിടെ ഉത്തരാഖണ്ഡിലെ മംഗളൂരിൽ സംഘർഷം. കോപ്പ അമേരിക്കയിൽ അർജന്റീന ഫൈനലിൽ. സെമിയിൽ കാനഡയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളിന്. അർജന്റീനയ്ക്കായി ഗോൾ നേടിയത് മെസ്സിയും ആൽവരസും. യുറുഗ്വായ് കൊളംബിയ മത്സരങ്ങളിലെ വിജയിയെ ഫൈനലിൽ അർജന്റീന നേരിടും. യൂറോ കപ്പിൽ ഫൈനൽ ഉറപ്പിച്ച് സ്പെയിൻ. സെമിയിൽ ഫ്രാൻസിനെ 1-2 ഗോളിന് തോൽപ്പിച്ചു. ഗോൾ നേടി യുവതാരം ലാമിൻ യമാലും ഓൽമോയും. ഫ്രാൻസിന്റെ തോൽവി 1 ഗോളിന് മുന്നിൽ നിന്ന ശേഷം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബോളിവുഡ് നടി ജാക്വലിൻ ഫെർണാണ്ടസിന് വീണ്ടും ED നോട്ടീസ്. ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED സമൻസ്. സുകേഷ് ചന്ദ്രശേഖർ ഉൾപ്പെട്ട 200 കോടി രൂപയുടെ കള്ളപ്പണ വെളുപ്പിക്കൽ കേസിലാണ് ചോദ്യം ചെയ്യൽ. കത്വ ഭീകരാക്രമണം വിലയിരുത്തി പ്രധാനമന്ത്രി. റഷ്യ സംഘർഷത്തിനിടെ യോഗം ചേർന്നു. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഭീകരരെ സഹായിക്കുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്തണമെന്ന് നിർദ്ദേശം. ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. അന്വേഷണം NIA ഏറ്റെടുത്തേക്കും.
തൃശൂർ മുളങ്കുന്നത്തുകാവ് തീപിടുത്തത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടത്തും. തീപിടുത്തത്തിൽ ഒരു മരണം, മരിച്ചത് പാലക്കാട് സ്വദേശി ലിബിൻ. തീ നിയന്ത്രണ വിധേയമാക്കിയത് 7 ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ സഹായത്തോടെ. കൊലക്കേസിൽ 13 വർഷമായി ജയിലിൽ കഴിയുന്ന 2 പ്രതികളെ ഉടൻ മോചിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അറസ്റ്റിലാകുമ്പോൾ പ്രതികൾക്ക് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി. നിർദ്ദേശം 2011 ഇടുക്കി ദേവികുളത്ത് പളനിസ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായ CIമാർക്കെതിരെ നടപടിയെടുക്കാനും ഉത്തരവ്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. കേസ് സിനിമയുടെ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 8 കോടി രൂപ വാങ്ങിയെന്ന സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ. പരിഗണിക്കുന്നത് നടൻ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസ് അറസ്റ്റിലായ KD പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED ഇന്ന് കോടതിയിൽ. നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത പണം കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തി. ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യം. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഖാൻ യൂനിസിൽ അഭയാർത്ഥികൾക്കായി ഒരുക്കിയ കൂടാരങ്ങളിൽ. ഗാസയിൽ കരയുദ്ധവും ഇസ്രായേൽ ശക്തമാക്കി. ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഹമാസ്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാധാന ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പ്. നിലപാട് അറിയിച്ചത് ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ. യൂറോകപ്പ് ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികളാരെന്ന് ഇന്നറിയാം. 2ാം സെമിയിൽ ഇംഗ്ലണ്ടും നെതർലൻഡ്സും നേർക്കുനേർ. മത്സരം ഇന്ന് രാത്രി 12:30. സിംബാബ്വേക്കെതിരായ 3ാം T20 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സഞ്ജുവും ദുബൈയും യശസ്വിയും ടീമിൽ. വിടവാങ്ങൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് താരം ജിമ്മി ആൻഡേഴ്സൺ. ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ്. മത്സരത്തിന് പിന്നാലെ ആൻഡേഴ്സൺ വിരമിക്കും. ടെസ്റ്റിൽ 700 വിക്കറ്റുകൾ പൂർത്തിയാക്കിയ പേസ് ബോളർ.